നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുക്രൈൻ ഡേർട്ടി ബോംബുകൾ ഉടൻ പ്രയോഗിച്ചേക്കുമെന്ന് റഷ്യ അറിയിച്ചതോടെ യുക്രൈൻ യുദ്ധത്തിൽ ആശങ്ക കനക്കുന്നു. മലയാളികളെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. റഷ്യ സൈനിക നടപടികൾ ആരംഭിച്ചതോടെ യുക്രൈനിൽ കുടുങ്ങി മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ കടുത്ത ആശങ്കയിലാണ്. റഷ്യ യുക്രൈനിൽ വ്യോമാക്രമണം തുടങ്ങിയതോടെ രാജ്യത്ത് വിമാനങ്ങൾക്ക് യുക്രൈൻ വിലക്ക് ഏർപ്പെടുത്തി. കീവ് വിമാനത്താവളം അടച്ചിട്ടതോടെ പ്രവാസികൾക്ക് നാട്ടിലേക്ക് എത്താനുള്ള മാർഗവും അടഞ്ഞു. രണ്ടാം ഘട്ട ഒഴിപ്പിക്കലിനായി കീവിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനം കീവിൽ ഇറങ്ങാൻ സാധിക്കാതെ മടങ്ങേണ്ടി വന്നു. യുക്രൈനിൽ ഏകദേശം 18,000 വിദ്യാർത്ഥികളടക്കം 20,000 ഇന്ത്യക്കാരാണ് ഉള്ളത്. അവർക്ക് തിരിച്ചുവരാൻ സൗകര്യങ്ങളില്ലെന്നാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. അതേസമയം യുക്രൈനിലേക്കുള്ള റഷ്യൻ അധിനിവേശം ഇടവേളകളില്ലാതെ തുടരുകയാണ്. യുക്രൈൻ റഷ്യക്കെതിരെ ഉടൻ ഡേർട്ടി ബോംബുകൾ പ്രയോഗിച്ചേക്കുമെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. നാശം വിതയ്ക്കുന്ന ഈ ബോംബുകൾ യുക്രൈൻ പ്രയോഗിക്കാനിരിക്കുന്നതിനെതിരെ UN സുരക്ഷാ കൗൺസിലിനെ സമീപിക്കുമെന്നാണ് റഷ്യ അറിയിച്ചത്. ചൊവ്വാഴ്ച വിഷയം UN സുരക്ഷാ കൗൺസിലിന് മുന്നിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട്. അറ്റോമിക് വിസ്ഫോടനമുണ്ടാക്കി ദൂരവ്യാപകമായ നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്ന അണുബോംബുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഡേർട്ടി ബോംബുകൾ. ഡൈനോമൈറ്റുകളോ മറ്റ് സ്ഫോടക വസ്തുക്കളോ ഉപയോഗിച്ച് റേഡിയോ ആക്റ്റീവ് പൊടിപടലങ്ങളും പുകയും പരത്തി റേഡിയോ ആക്റ്റീവ് മലിനീകരണം സൃഷ്ടിക്കുകയാണ് ഡേർട്ടി ബോംബുകൾ ചെയ്യുന്നത്. ജനങ്ങളിലും ഭരണ സംവിധാനങ്ങളിലും ഭീതി വിതയ്ക്കാൻ ഉദ്ദേശിക്കുന്ന തീവ്രവാദ സംഘടനകളും മറ്റും ഡേർട്ടി ബോംബുകൾ ഉപയോഗിക്കുമെന്ന് ഭീഷണി ഉയർത്താറുണ്ടെങ്കിലും ഇതുവരെ ഒരു ഡേർട്ടി ബോംബ് ആക്രമണത്തിന്റെ വിവരങ്ങളും പുറത്തെത്തിയിട്ടില്ല. അണുബോംബിനേക്കാൾ ചെലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിക്കാനാകുന്ന ഇത്തരം ഡേർട്ടി ബോംബുകൾ അണുബോംബുകളുടെ അത്രത്തോളം അപകടകാരിയല്ല. റേഡിയോ ആക്റ്റീവ് സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ചില പദാർത്ഥങ്ങളും ചികിത്സാ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചില റേഡിയോ ആക്റ്റീവ് വസ്തുക്കളുമാണ് ഡേർട്ടി ബോംബുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. എത്രമാത്രം റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളാണ് നിർമ്മാണ സമയത്ത് ഉപയോഗിച്ചത് എന്നതിനെ ആശ്രയിച്ചാണ് ഡേർട്ടി ബോംബുകൾ മൂലമുള്ള അപകടം കണക്കാക്കുക. കാറ്റ് ഉള്ളപ്പോൾ അപകടം കൂടിയേക്കാം. കാറ്റുള്ള പ്രദേശങ്ങളിൽ ഡേർട്ടി ബോംബുകൾ കൂടുതൽ മലിനീകരണം ഉണ്ടാക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. മലിനീകരണം ഉണ്ടാകുമെങ്കിലും മിക്കപ്പോഴും ഇവ മരണത്തിന് ഇടയാക്കാറില്ല. എങ്കിലും ബോംബ് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് യുക്രൈൻ തലസ്ഥാനമായ കീവിനെ ലക്ഷ്യമിട്ട് റഷ്യൻ സൈന്യം കടുത്ത ആക്രമണം തുടങ്ങിയിരിക്കുകയാണ്. ഇറാൻ നിർമ്മിത ചാവേർ ഡ്രോണുകളാണ് ഇതിനുപയോഗിക്കുന്നതെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം റഷ്യൻ അതിർത്തി നഗരമായ ബെൽഗോറോദിൽ യുക്രൈൻ ഷെല്ലാക്രമണം നടത്തിയിരുന്നു. ഇതിന് തിരിച്ചടിയെന്നോണമാണ് റഷ്യ ആക്രമണം ശക്തിപ്പെടുത്തിയത്. അതിനൊപ്പമാണ് ഇപ്പോൾ യുക്രൈൻ ഡേർട്ടി ബോംബ് ഉപയോഗിക്കുമെന്ന് റഷ്യ ആരോപിക്കുന്നത്. ഇത് നിഷേധിച്ച റഷ്യ യുക്രൈനെതിരെ കനത്ത ആക്രമണം തുടങ്ങുമെന്ന സൂചനയാണ് ഇതെന്നും പറയുന്നു. യുക്രൈൻ യുദ്ധം സമാധാനപരമായ രീതിയിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിൽ ചെന്ന് അവസാനിക്കുമെന്ന് US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഉടൻ സമാധാനപരമായൊരു പരിസമാപ്തി ഉണ്ടാക്കണമെന്നും ആണവായുധങ്ങളെക്കുറിച്ചും അത് പ്രയോഗിച്ചാലുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും അദ്ദേഹം മുന്നറിയിപ്പിൽ പറഞ്ഞു. 60 വർഷത്തിനിടെ ആദ്യമായി സംഭവിക്കാവുന്ന ആണവ യുദ്ധത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ച് പ്രസിഡന്റ് ജോ ബൈഡനും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. യുക്രൈനിലെ യുദ്ധഭൂമിയിൽ നിന്നും എത്രയും വേഗം മലയാളികളടക്കമുള്ള പ്രവാസികളെ നാട്ടിലെത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.